പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ലാലേട്ടൻ ചിത്രങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയാണ് മലയാള സിനിമയുടെ മിക്കവാറും പ്രേക്ഷകരെല്ലാം. അപ്പോൾ ലാലേട്ടൻ്റെതായി 2026 പുറത്തു വരുന്ന ചിത്രം ദൃശ്യം 3 ആണ് എന്നുള്ളതാണ്. നമ്മുടെ ഒട്ടനവധി ചിത്രങ്ങൾ തുടക്കത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ തുടക്കത്തിൽ തന്നെ തുടക്കമാണ് ലാസ്റ്റ് അഭിനയിച്ചുകൊണ്ടിരുന്ന ചിത്രം. വിസ്മയ മോഹൻലാൽ നായികയായിട്ട് വരുന്നു. ഇതിനിടയിലാണ് മോഹൻലാലിൻ്റെ അമ്മയുടെ മരണം. അതിനുശേഷം കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ലാലേട്ടൻ വീണ്ടും തുടക്കത്തിൽ തന്നെ തുടങ്ങുന്നു എന്നതാണ് അറിയാൻ പറ്റുന്നത്. ജൂഡ ആൻ്റണിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകനായ ആശിഷ് ഇതിനകത്തെ ഒരു മുഖ്യ കഥാപാത്രമായിട്ട് എത്തുന്നു. ഇതിൻ്റെ ഒരു പോസ്റ്റർ ലാലേട്ടൻ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ഈ പോസ്റ്ററിനകത്ത് മങ്ങിയ വെളിച്ചത്തിൽ ലാലേട്ടൻ്റെ മുഖം നമുക്ക് വ്യക്തമായി കാണാം. അതുപോലെ വിസ്മയ മോഹൻലാൽ ഈ ചിത്രത്തിലെ പോസ്റ്ററിനകത്തുണ്ട്. വിസ്മയ ചെറുചിരിയോടെ ഒരു ബസ് യാത്രയാണ്, ഒരു യാത്രയിലാണ് എന്ന് തന്നെ തോന്നിപ്പിക്കുന്നൊരു പോസ്റ്ററാണ് പുറത്തു വിട്ടിരിക്കുന്നത്. ഒരു റോഡ് മൂവിയാണോ എന്നുള്ളത് സംശയം ജനിപ്പിക്കുന്നുണ്ട്. പുറകിൽ തന്നെ ഉള്ള സീറ്റിൽ നമ്മുടെ ആശിഷിനെയും കാണാൻ പറ്റുന്നുണ്ട്. ആശിഷ് വില്ലൻ കഥാപാത്രമാണോ അവതരിപ്പിക്കുന്നതെന്ന് അറിയില്ല. ഏതായാലും ലാലേട്ടനും വിസ്മയയും അച്ഛനും മകളുമായിട്ടാണോ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് എന്നുള്ള സംശയം ഇല്ലാതില്ല. അതിതാരമായിട്ടാണ് ലാലേട്ടൻ എത്തുന്നത്. ലാലേട്ടന് ഇനി 5 ദിവസത്തെ ഷൂട്ട് കൂടി ഉണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. ജൂഡ് ആൻ്റണി പലപ്പോഴും ഒരു കുടുംബകഥയാണ്, അതുപോലെ ചെറിയ ഒരു ചിത്രമാണെന്നൊക്കെ പറയുന്നെങ്കിലും സംഘടനത്തിന് പ്രാധാന്യമുള്ള ചിത്രം തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. കാരണം മാർഷൽ ആർട്സിലൊക്കെ പ്രാഗൽഭ്യം നേടിയ വ്യക്തിയാണ് വിസ്മയ മോഹൻലാൽ. യാനിക് ബെന്നും സ്റ്റണ്ട് ഫിൽമയൊക്കെ ഇതിനകത്ത് രണ്ടുപേരാണ് ആക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പം കൃത്യമായിട്ട് ലാലേട്ടനും വിസ്മയ മോഹൻലാലിനും ഒക്കെ കൃത്യമായിട്ട് ഇതിനകത്ത് സംഘടന രംഗങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് സംഘടനത്തിന് പ്രാധാന്യമുള്ള ചിത്രം തന്നെയാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. തുടക്കം ഓണത്തിന് റിലീഫാകാൻ വേണ്ടിയുള്ള പുറപ്പാടി തന്നെയാണ്. ഓണത്തിന് നിരവധി ചിത്രങ്ങളുണ്ട്. ഏതായാലും ഓണത്തിന് വിസ്മയ മോഹൻലാൽ നമ്മളെ ഞെട്ടിപ്പിക്കുമോ, വിസ്മയയ്ക്ക് പുതിയൊരു തുടക്കമാകുമോ എന്നാണ് നമ്മൾ നോക്കി കാണുന്നത്. മറ്റൊരു ചിത്രമാണ് മാമ്പറയ്ക്കൽ അഹമ്മദ് ഖാലി എന്ന കഥാപാത്രമായി ലാലേട്ടൻ നമ്മളെ ഞെട്ടിക്കാൻ വേണ്ടി വരുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. കാരണം ഖലീഫ എന്ന ചിത്രത്തിൽ അതുവരെ പൃഥ്വിരാജ് ആയിരുന്നു നായകൻ എന്നാണ് കേട്ടത്. പൃഥ്വിരാജും മോഹൻലാലും ഒന്നിക്കുന്നു എന്നുള്ള വാർത്ത ഇതിനിടയിൽ സംഭവിക്കുന്നു. ഇതിന് ഹൈപ്പങ്ങ് കൂടി. ഓണത്തിന് റിലീഫ് പ്ലാൻ ചെയ്യുന്ന ചിത്രത്തിൽ ലാലേട്ടൻ ജോയിൻ ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അമ്മയുടെ മരണത്തിന് ശേഷം ആദ്യമായി ലാലേട്ടൻ ജോയിൻ ചെയ്തിരിക്കുന്നത് ഈ ചിത്രത്തിലാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പം ലാലേട്ടന് കുറച്ച് ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ. ആദ്യ ഭാഗത്തിൽ ലാലേട്ടൻ നായകനല്ല, രണ്ടാം ഭാഗത്തിൽ ലാലേട്ടനെ നായകനാക്കിക്കൊണ്ട് മറ്റൊരു ചിത്രം പുറത്തു വരുന്നുണ്ട്. അത് രണ്ടാം ഭാഗത്തിലാണ്. വൈശാഖാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. അങ്ങനെ ലാലേട്ടനും പൃഥ്വിരാജും വീണ്ടും ഒന്നിക്കുന്നു. ഇതും ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്നു. ഓണത്തിനാണ് ഇതും റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇതിനിടയിൽ മറ്റു പല ചിത്രങ്ങളെപ്പറ്റിയും ലാലേട്ടൻ്റെതായി പുറത്തു വരുന്ന ഒത്തിരി വാർത്തകളുണ്ട്. ഇതിനിടയിലാണ് നമ്മുടെ ബബ്ബ എന്ന ചിത്രത്തിന് ശേഷം ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന വമ്പൻ ബഡ്ജറ്റിലുള്ള ചിത്രമാണ് നമ്മുടെ ജയസൂര്യ നായകനായ കടമറ്റത്ത് കത്തന. ഇതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ പൂർത്തീകരിച്ചു എന്നാണ് കേൾക്കുന്നത്. കൊല്ലങ്ങളായിട്ട് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രം വമ്പൻ മുടക്കുമുതലാണ്. അപ്പം വമ്പൻ മുടക്കുമുതൽ തിരിച്ചു പിടിക്കാൻ വേണ്ടി ആരുടെ സഹായമാണ് ആവശ്യമുള്ളത്? അതുതന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പം പരക്കുന്നത്. ലാലേട്ടൻ ഈ ചിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട റോളിലെത്തും എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏതായാലും കടമറ്റത്ത് കത്തനാരിലും ലാലേട്ടൻ അഭിനയിക്കുന്നുണ്ട്. ലാലേട്ടൻ്റെ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ ഓണത്തിന് ഈ പടവും റിലീസ് ചെയ്യാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഗോകുലം മൂവീസിൻ്റെ തന്നെ വിഷ്ണു മോഹൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ലാലേട്ടൻ അഭിനയിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇതിനിടയിൽ ഒറ്റക്കൊമ്പൻ എന്ന സുരേഷ് ഗോപി ചിത്രത്തിലും ലാലേട്ടൻ ചെറിയ റോളിൽ വന്നു പോകുന്നുണ്ട് എന്നുള്ളൂ. ലാലേട്ടനെ സംബന്ധിച്ച് തിരക്കാണ്. പ്രത്യേകിച്ച് വമ്പൻ ബഡ്ജറ്റിൽ ഉറങ്ങുന്ന ചിത്രങ്ങളിലെല്ലാം തന്നെ ലാലേട്ടൻ്റെ അഭിവാജ്യ ഘടകമായിട്ട് മാറുന്നുണ്ട്. ചെറുതെങ്കിലും ഒരു റോഡ് കൈകാര്യം ചെയ്യണം എന്ന് ലാലേട്ടനോട് പലരും അഭ്യർത്ഥിക്കുന്നു. ലാലേട്ടൻ അത് കേൾക്കുന്നു. അങ്ങനെ മലയാള സിനിമയിലെ മുടക്കുമുതൽ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒറ്റ നടനേ ഉള്ളൂ എന്ന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്.
അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന L365 അതിൻ്റെ ഷൂട്ടിംഗ് മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ലാലേട്ടൻ്റെ പുതിയ പുതിയ ചിത്രങ്ങളിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാനെത്താം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി എത്തും വരെ ഓക്കെ ബൈ.